2 മാസത്തെ സ്കൂൾ അവധിക്കാലം മാറ്റുന്നതിനെ പറ്റി വിദ്യാഭ്യാസ മന്ത്രി ഒരു പൊതുചർച്ചയ്ക്ക് വിട്ടിരിക്കുകയാണ്. ആളുകളുടെ അഭിപ്രായം സ്വരൂപിച്ചുകൊണ്ട് ഒരു തീരുമാനമെടുക്കാൻ. അപ്പൊ ഞങ്ങളുടെ ഓഫീസിലുള്ള കുറച്ച് പാരന്റ്സ് ഉണ്ട്, അവരുടെ ഒരു അഭിപ്രായം തേടാണ്. അജിംസ്, വേനലവധി എന്ന് പറയുന്നത് മാറ്റണോ വേണ്ടേ? മഴയവധി ആക്കണോ? ഇത് മധ്യവേനലവധി എന്നാണല്ലോ അതിന് പറയാറ്. മധ്യവേനലവധി കൊണ്ടുവരുന്നത് ബ്രിട്ടീഷുകാരാണ്. ബ്രിട്ടീഷുകാർ കൊണ്ടുവരുന്നതിന്റെ കാരണം ഇവിടെ നല്ല ചൂടാണ്, അവർക്ക് അത് സഹിക്കാൻ പറ്റില്ല, ചൂടത്തിരുന്ന് ജോലി ചെയ്യാൻ പറ്റില്ല എന്നുകൊണ്ടാണ് അവർ മധ്യവേനലവധി കൊണ്ടുവന്നത്. അപ്പോൾ കാലാവസ്ഥയാണ്, ക്ലൈമറ്റാണ് വേനലവധി ഈ അവധിയുടെ മാനദണ്ഡമെങ്കിൽ മലയാളികൾക്ക് ഏതാണ് കുറെ കൂടി പ്രതികൂലമായ കാലാവസ്ഥ എന്നാണ് നോക്കേണ്ടത്. പിന്നെ രണ്ടിനും ഗുണവും ദോഷവും ഉണ്ട്. ഇപ്പോൾ മധ്യവേനലവധി എന്ന് പറഞ്ഞ കുട്ടികൾ സ്ഥിരമായി പരമ്പരാഗതമായി നമ്മളൊക്കെ കളിച്ചു വളർന്നൊരു സമയമാണ്. അപ്പോൾ ആ കളി സമയം നഷ്ടപ്പെടുന്നു. അങ്ങനെ പറയുമ്പോൾ തന്നെ ഇപ്പോൾ കുട്ടികൾ ആ സമയത്ത് കളിക്കാറുണ്ടോ എന്നൊരു ക്വസ്റ്റ്യൻ കൂടിയുണ്ട്. മൊബൈലിലായിരിക്കും. അപ്പോൾ അതിപ്പോൾ മഴയത്താണെങ്കിൽ കുറെ കൂടി എളുപ്പമാണ് മൊബൈൽ നോക്കാൻ. മറ്റൊരു കാര്യം, എനിക്കതിൽ കുറെ കൂടി പോസിറ്റീവായിട്ട് തോന്നിയൊരു കാര്യം, ഈ ഗൾഫ് കൺട്രീസിൽ വെക്കേഷൻ എന്ന് പറയുന്നത് ജൂൺ ജൂലൈ ആ സമയമാണ്. അപ്പോൾ ഈ അവിടെ നിന്നുള്ള കുടുംബങ്ങൾ നാട്ടിൽ വരുമ്പോൾ ഇവിടെയുള്ള കുട്ടികളൊക്കെ സ്കൂളിൽ പോയിരിക്കും. അപ്പോൾ ഇവർക്ക് രണ്ടുപേർക്കും ഒരേ സമയം അവധി കിട്ടുക എന്ന് പറഞ്ഞാൽ നല്ല കാര്യമാണ്. പ്രത്യേകിച്ച് ഒരുപാട് പ്രവാസി കുടുംബങ്ങൾ കേരളത്തിലുള്ള സ്ഥിതിക്ക് നമുക്കേ ഈ വെക്കേഷൻ ജൂൺ ജൂലൈ മാസത്തിലേക്ക് മാറ്റാൻ നമുക്ക് ഒരിക്കലും അംഗീകരിക്കാൻ പറ്റില്ല. കാരണം പ്രത്യേകിച്ച് ഏപ്രിൽ മെയ് മാസം ഭയങ്കര ചൂടാണ്. പിള്ളേർക്ക് ക്ലാസ്സിലിരുന്ന് പഠിക്കാമെന്ന് പറയുന്നത് ഒട്ടും സഹിക്കാൻ പറ്റില്ല. ഇപ്പം എൻ്റെ മോനൊക്കെ തന്നെ വീട്ടിൽ വന്നു കഴിഞ്ഞാൽ പറയും ഭയങ്കര ചൂടാണ്, എന്താ ക്ലാസ്സിലിരിക്കാൻ പറ്റുന്നില്ല, ഫാനൊക്കെ ഉണ്ടാവും, പക്ഷെ ഒരു രക്ഷയില്ല. അപ്പം ഏപ്രിൽ മെയ് മാസം ക്ലാസ്സിലിരിക്കുക എന്ന് പറയുന്നത് ഒരിക്കലും പറ്റില്ല. നൗഫൽ, ഇപ്പോൾ മോൻ കളിക്കാൻ പോകുന്നുണ്ട്. അപ്പോൾ ഈ വെക്കേഷൻ ടൈം മാറ്റിക്കഴിഞ്ഞാൽ സാധാരണ രീതിയിൽ ക്യാമ്പൊക്കെ വരുന്ന ആ സമയത്താണ്, എനിക്കും അറിയാവുന്ന ഒരു കാര്യം ആയതുകൊണ്ട് തന്നെ. അപ്പം എങ്ങനെയാണ് വെക്കേഷൻ ടൈം മാറ്റുന്നതിനെ പറ്റിയുള്ള അഭിപ്രായം? ഷിതയുടെ വീട്ടിൽ 2 പിള്ളേരുണ്ടല്ലോ കളിക്കാൻ പോകണല്ലേ. അതായത് കളിക്കാൻ പോകണം മാത്രമല്ല അതിൻ്റെ പ്രശ്നം. കളിക്കാൻ പോകുന്നപ്പോൾ ഇതിപ്പോൾ വെക്കേഷൻ നമ്മളിപ്പോൾ ഇങ്ങനെ ചേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ അതിനനുസരിച്ച് ബാക്കിയെല്ലാം ചേഞ്ച് ആവും, ഓട്ടോമാറ്റിക്കലി ചേഞ്ച് ആവും. അതല്ല പ്രശ്നം. എനിക്ക് തോന്നുന്നത് ഈ ജൂൺ ജൂലൈ മഴയാണല്ലോ പ്രശ്നം പറയുന്നത്. പക്ഷേ ജൂൺ ജൂലൈ ആണോ കൃത്യമായിട്ട് നമുക്ക് മഴ കിട്ടുന്നതല്ലോ, അതിൽ മാറ്റം വന്നുകൊണ്ടിരിക്കുകയല്ലേ. ഇപ്പോൾ ജൂലൈ ഓഗസ്റ്റിലൊക്കെയാണ് ഇപ്പോൾ കൂടുതൽ മഴ വരുന്നത്. അപ്പം ആ ഒരു തീരുമാനം അങ്ങനെ അത് മഴയിൽ നിന്ന് രക്ഷപ്പെടാമെന്നുള്ള നിലക്ക് നോക്കുമ്പോൾ അത് ശരിയാവും തോന്നുന്നില്ല. വേനൽ നമുക്ക് കൃത്യമായിട്ട് കിട്ടുന്നുണ്ട്, അത് കറക്റ്റ് ആ സമയം മാർച്ച് ഏപ്രിൽ മെയ്യിലൊക്കെ കൃത്യമായിട്ട് നമുക്ക് വേനൽ കിട്ടുന്നുണ്ട്. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ എനിക്ക് തോന്നുന്നത് ഇപ്പം നിലവിലുള്ള അവസ്ഥ തുടരാന്നുള്ളത് എനിക്ക് തോന്നുന്നു. കാരണം വേനലിലൊക്കെ സ്കൂളിൽ പോകുന്ന വലിയ പാടായിരിക്കും. ഈ പഠിത്തം മാത്രമേ ഉള്ളൂ ശരിക്കും. കുട്ടികളുടെ ഈ കരിക്കുലം മാത്രമല്ലല്ലോ വിദ്യാഭ്യാസം. നമ്മൾ വിദ്യാഭ്യാസത്തെക്കുറിച്ച് ഒക്കെ അങ്ങനെയുള്ളൊരു കാഴ്ചപ്പാടല്ലേ. അപ്പോൾ ഈ കുട്ടികൾ മ്യൂസിക് ക്ലാസ്സിന് പോകുന്നുണ്ട്, സ്വിമ്മിങ്ങിന് പോകും, മറ്റേ സമ്മർ ക്യാമ്പുകളുണ്ട്, ഒരുപാട് സ്പോർട്സ് ക്യാമ്പുകൾ. ഇതൊക്കെ സാധാരണ ഈ വേനലവധിക്കാണ് നടക്കുന്നത്. അപ്പോൾ മഴയത്ത് ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ അതുകൊണ്ട് അത് മാറ്റരുതെന്നാണ് എൻ്റെ അഭിപ്രായം. മാത്രമല്ല ഈ വേനൽ സമയത്ത് നേരത്തെ പറഞ്ഞ പോലെ ക്ലാസ്സിൽ പോയിരുന്ന് പഠിക്കാനും ബുദ്ധിമുട്ടാണ്. വേനൽ സമയത്താണ് കൂടുതലും അസുഖങ്ങളും വരുന്നത് തോന്നുന്നു. അപ്പോൾ കുട്ടികൾ കളിച്ചോട്ടെ, മഴയത്ത് പോയി കളിച്ച് പിന്നെ മഴയത്ത് പുഴയിൽ ചാടി കുളത്തിൽ ചാടി ഒരുപാട് അപകടങ്ങൾ. അതിൽ നല്ലത് ഇപ്പോൾ ഉള്ളതുപോലെ ചായ ഇരിക്കുന്നിടത്ത് ഇരിക്കുന്ന. എനിക്കൊന്ന് ഈ 2 മാസം അവധി ആവശ്യമില്ല. 2 മാസത്തെ അവധി വെട്ടിക്കുറക്കും. 2 മാസം വേണമെങ്കിൽ അത് കുറച്ചിട്ട് ഈ അധ്യയനം നഷ്ടപ്പെടുന്ന അധ്യയനം അങ്ങനെ അതാണ് കൺസേൺ എങ്കിൽ 2 മാസം എന്നുള്ളത് വേണമെങ്കിൽ കുറച്ച് ഒരു ദിവസം അതിൽ കുറച്ച് ദിവസങ്ങൾ കുറയ്ക്കാം. മൺസൂൺ മഴയ്ക്ക് നമ്മളും ക്ലാസ്സിന് പോയിട്ടുണ്ട് പണ്ടും, അല്ലേ ഇപ്പോഴും പോകുന്നുണ്ട്. പക്ഷേ അതിതീവ്ര മഴയൊക്കെ വരുന്നത് ന്യൂനമർദ്ദം അത് എപ്പോഴും സംഭവിക്കുന്നുണ്ട്. അത് ഈ സീസണലല്ല. അതാണ് അതൊരു കൃത്യമായ പഠനത്തിന്റെ അടിസ്ഥാനത്തിൽ ചെയ്യണമെന്നാണ് എൻ്റെ അഭിപ്രായം. ജൂലൈയിൽ മാത്രമല്ല മഴ പെയ്യുന്നത്. മഴ ഇപ്പം പലപ്പോഴും പല രീതിയിലാണ് പെയ്യുന്നത്. നമ്മളിപ്പോൾ എൻ്റെ വീട് പുഴയുടെ അടുത്താണ്. എല്ലാ വർഷവും ഒരേപോലെ എല്ലാ പുഴയിലുണ്ട്, പുഴ നിറഞ്ഞു ഒഴുകുന്നത് പല സമയത്തായിട്ടാണ്. അപ്പം കാലാവസ്ഥയുടെ ഒരു മാറ്റത്തിനനുസരിച്ച് പഠിക്കുന്ന നല്ലതായിരിക്കും എനിക്ക് തോന്നുന്നു. സ്കൂള് പിന്നെ അവധിക്കാലം ഏപ്രിൽ മെയ്യാണ് നല്ലത്. അതല്ല അതിന് ഓപ്ഷൻ ഇല്ലെങ്കിൽ മെയ് ജൂൺ ആയിട്ടുള്ള കുഴപ്പമില്ല. കുട്ടികൾ കുറച്ചും കൂടി 2 കാലാവസ്ഥയും കിട്ടും, മിക്സ് ചെയ്താവുന്നല്ലേ. മാറ്റണ്ടെന്ന് എൻ്റെ അഭിപ്രായം. കാരണം കുട്ടികൾ സ്കൂളിൽ ആ ചുമരുകൾക്കുള്ളിൽ നിൽക്കുകയല്ലേ. പിന്നെ അത് കഴിഞ്ഞ് പിന്നെയും ഒരു വീട്ടിൻ്റെ ഉള്ളിലായി പോകും മഴക്കാലത്താകുമ്പോൾ. അപ്പോൾ അവർക്കൊരു വെക്കേഷൻ അടിച്ചു പൊളിക്കാൻ പറ്റില്ല. മഴക്കാലത്ത് സ്കൂളുകൾക്ക് അവധി കൊടുക്കുന്നത് കൊണ്ട് കുഴപ്പമൊന്നുമില്ല, അത് പ്രശ്നമില്ലാത്ത കാര്യമാണ്. പക്ഷേ വേനലിന്റെ കാഠിന്യം കൂടി നമ്മൾ ആലോചിക്കണം. കാരണം നമ്മുടെ കുട്ടികൾ വേനൽക്കാലത്ത് സ്കൂളിലിരിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കടുത്ത ചൂടായിരിക്കും. അതിനൊപ്പം തന്നെ അവിടെ എത്രമാത്രം കുടിവെള്ളം ഉണ്ടാവും എന്നുള്ള പ്രശ്നം പോലുണ്ട്. കുട്ടികൾക്ക് കുടിവെള്ളം കിട്ടാത്ത പ്രശ്നം ഉണ്ടാവും. കുട്ടികൾ ഒരുപക്ഷെ അതിനേക്കാൾ കൂടുതൽ ഇപ്പോൾ മഴക്കാലത്ത് പോകുന്നതിനേക്കാൾ കൂടുതൽ ദുരിതം വേനൽക്കാലത്ത് അനുഭവിക്കേണ്ട സ്ഥിതി വരുമെന്നാണ് എൻ്റെ അഭിപ്രായം. സ്കൂൾ അവധി മാറ്റണോ വേണ്ട? മാറ്റണ്ട എന്നാണ് എൻ്റെ അഭിപ്രായം. കാരണം ഈ മഴക്കാലമൊക്കെ ആകുമ്പോൾ
കുട്ടികൾക്ക് കളിക്കാനുള്ള സ്ഥലങ്ങൾ ഇല്ലാണ്ടാവും. അത്തരം ഒരു സംഗതി ഉണ്ട് എന്നാണ്. പിന്നെ ഈ മഴക്കാലം ആകുമ്പോഴാണല്ലോ കുട്ടികൾ കുളിക്കാനും ഇതിനൊക്കെ പോകും. അപ്പം ഈ മുങ്ങി മരണമൊക്കെ ഉണ്ടാവാനും സാധ്യത ഉണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. വർക്കിംഗ് വിമൻസ് ആയി ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഏത് സമയത്ത് അവധി വെച്ചാലും ഒരുപോലെയാണ്. ഇപ്പോൾ ഏപ്രിലാണെങ്കിലും മെയ് ആണെങ്കിലും ജൂൺ ആണെങ്കിലും ജൂലൈ ആണെങ്കിലും ഞാൻ മാറ്റുന്നതിന് അനുകൂലിക്കുന്നു. കാരണം മഴ അങ്ങനെയുള്ള മറ്റുള്ള സാഹചര്യങ്ങളനുസരിച്ച് കുട്ടികൾക്ക് പോകാനും വരാനുള്ളൊരു സൗകര്യം അനുകൂലമാണെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. അനുകൂലിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ പാർഷ്യലി അനുകൂലിക്കുന്നുണ്ട്. കാരണം അവരുടെ ഈ ഒരു മഴ മന്ത്രി പറഞ്ഞ കാര്യങ്ങളൊക്കെ വളരെ ആപ്റ്റായിട്ടുള്ള കാര്യങ്ങളാണ്. പക്ഷെ അവരുടെ വേനലവധി നഷ്ടപ്പെടുന്നു എന്നുള്ളതാണ് നമ്മളെ ചിന്തിപ്പിക്കുന്നൊരു സംഭവം. കുട്ടികളുടെ കളിച്ച് നടക്കേണ്ട ഒരു സമയം അത് കവർന്നെടുക്കുന്നുണ്ടോ എന്നൊരു സംശയിക്കുന്നു. അവധി മാറ്റണ്ടെന്ന് എനിക്ക് തോന്നുന്നു. കാരണം വേനൽക്കാലത്തല്ലേ വീട്ടിൽ നിൽക്കേണ്ട കുട്ടികൾ മഴക്കാലത്ത് നിന്നാലേ കൂടുതൽ വെള്ളത്തിൽ കളിക്കും. നമ്മളിവിടെയൊക്കെ ഒരുപാട് അപകടമൊക്കെ ആക്കില്ലേ. കുറച്ച് അവധിക്കാണെങ്കിലും ആ സമയത്ത് സ്കൂളിൽ പോകുന്നത് നല്ലത്. ഇപ്പോൾ ഉള്ള പോലെ തന്നെ മതി. സിസ്റ്റമാറ്റിക് ആയിട്ട് അങ്ങനെയാണല്ലോ പോകുന്നത്. അപ്പൊ അതേപോലെ തന്നെ മതി. എന്തിനാ തീരെ മാറ്റം? സ്കൂൾ സമയമാറ്റത്തിന് അനുകൂലിക്കുന്നുണ്ട്, അവധിക്കാല സമയമാറ്റം. കാരണം അത് ബോംബെ, ഡൽഹി അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ ചൂടിനെ പ്രതിരോധിക്കുന്നതിന് വേണ്ടിയിട്ട് അതിപ്പോൾ നിലവിലുള്ള ഒരു ആശയമാണെന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. ഞാൻ അതിനെ അനുകൂലിക്കുന്നുണ്ട്. അവധിക്കാലം ഇപ്പം പറഞ്ഞ മാതിരി മന്ത്രി പറഞ്ഞ മാതിരി ആക്കുന്നതാണ് നല്ലത്. കാരണം വെച്ചാൽ കുട്ടികൾ എല്ലാവരും മഴക്കാലത്ത് നമ്മളെല്ലാവരും വീട്ടിൽ ഒരുമിച്ച് നിൽക്കുന്ന ഒരു സാധനം ഉണ്ടല്ലോ, അതാണ് നല്ലത്. അപ്പം നമുക്ക് ആദ്യം ഉണ്ടാവില്ലല്ലോ കുട്ടികളെ പുറത്തേക്ക് വിടാന്നുള്ളൊരു വിഷമോ കാര്യങ്ങളും ഉണ്ടാവില്ല. അപ്പോൾ അവരൊക്കെ നല്ല അടിപൊളിയല്ലേ, ചില്ലല്ലേ.